എന്താ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഈശോ മരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നു. ഈശോ മരിച്ച ദിവസം ഗുഡ് ഫ്രൈഡേ ആണ്. അതിന്റെ അടുത്ത ദിവസം രാത്രി നമ്മള് എന്തായിരുന്നു കുർബാന അറ്റൻഡ് ചെയ്യുന്നുണ്ട്, സാറ്റർഡേ വൈകുന്നേരം. അതെ. എന്നിട്ട് സൺഡേന്റെ ഒരു സ്റ്റാർട്ടിങ് വരെ കുർബാന. അതെ, ചില പള്ളികളിൽ നമ്മള് സൺഡേ രാവിലെ ആയിരിക്കും, ചില പള്ളികളിൽ കുർബാന. ചില പള്ളിയിലും മറ്റേ രീതിയിൽ. പക്ഷെ അത് സ്റ്റാർട്ടിങ് അല്ലേ ഉള്ളൂ. തേർഡ് ഡേന്റെ സ്റ്റാർട്ടിങ് അല്ലേ ഉള്ളൂ, ഫുൾ 3 days ആയിട്ടില്ലല്ലോ. ഭയങ്കര നീ പറഞ്ഞ കംപ്ലീറ്റ് ഡേ ആയില്ല, 72 hours ആവണം അല്ലേ? 3 ദിവസം കംപ്ലീറ്റ് ആണെങ്കിൽ എന്റെ കംപ്ലീറ്റ് കൊച്ചു ബുദ്ധിയില് ഈ ചോദ്യം എവിടെ അറിയാൻ കിട്ടിയ? ഞാൻ വെറുതെ ചിന്തിച്ചു ആണോ? ശരി, മെഡിക്കൽ ഗുഡ് ക്വസ്റ്റ്യൻ. അതെന്നാ അറിയാമോ മോളെ? അതുകൊണ്ട് നിനക്കറിയാം ഇത് ഏത് വചനത്തിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഈശോ 3 രാവും 3 പകലും അറിയാവോ? അത് എവിടെ അറിയാമോ? അപ്പൊ നോക്കട്ടെ. മത്തായി 12:40. അവിടെ ഈശോ പറയുന്നത്, യോന മത്സ്യത്തിന്റെ വയറ്റിൽ 3 രാവും 3 പകലും വരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിയോടുള്ളിൽ 3 രാവും 3 പകലും ഇരിക്കും. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നീ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് 3 day ആയില്ലല്ലോ അല്ലേ? ഭയങ്കര അതെന്നാന്നറിയോ മോളെ? ഈ കൊച്ചു ബുദ്ധി തോന്നുന്ന രീതിയിൽ അപ്പൊ പറഞ്ഞുതരാം. സി, ഈശോ അവിടെ പറഞ്ഞത് ഒരു ക്ലോക്കിന്റെ പ്രൊസിഷനിലുള്ള 24 hours, ആ ടൈം അല്ല പറഞ്ഞത്. അതായത് ഇപ്പോൾ ഒരു ഫുൾ ഡേ നമ്മൾ 24 hours എന്നല്ലേ പറയുന്നത്. പക്ഷെ ഈശോ അങ്ങനെയല്ല പറഞ്ഞത്. ഈശോ പറഞ്ഞത് ഒരു പൂർണ്ണതയായിട്ടാണ് ഒരു ദിവസം. അതിന്റെ കാര്യം എന്താണെന്നറിയാവോ? ഫസ്റ്റ് ഓഫ് ഓൾ ജൂയിഷ് കലണ്ടർ, യഹൂദന്മാരുടെ കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ് ടു ഈവനിങ് ആണ്. നമ്മൾ നോക്കിയേ, ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഫ്രൈഡേ, ഈശോയുടെ ക്രൂസിഫിക്കേഷനും ഈശോയെ കല്ലറയിൽ സംസ്കരിക്കുന്നു അല്ലേ? അത് ഫ്രൈഡേ സംഭവിച്ചു. അപ്പോൾ ആ ഡേ 3 മണിക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ഫ്രൈഡേ ആയി ഒരു ദിവസം. സെക്കൻഡ് ഡേ സാറ്റർഡേ സാബത്ത് ഡേ ആണ്, കറക്റ്റ്. തേർഡ് ഡേ തുടങ്ങുന്ന സാറ്റർഡേ വൈകുന്നേരം മുതൽ തേർഡ് ഡേ ആയി. മനസ്സിലായി? കാരണം മറ്റേ ഫ്രൈഡേ ഈവനിങ് ടു ഈവനിങ് അല്ലേ തേർഡ് ഡേ. അപ്പോൾ നമ്മളിപ്പോൾ ലെറ്റ്സ് സേ സാറ്റർഡേ മിഡ് നൈറ്റ് കുർബാന ആഘോഷിക്കുമ്പോഴും കുറച്ച് സമയമാണെങ്കിലും തേർഡ് ഡേ സ്റ്റാർട്ട് ആയി. തേർഡ് ഡേ ഈശോ റിസറക്ട് ചെയ്തു, ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ഇവിടെ എന്താണെന്നറിയാവോ? യഹൂദന്മാര് യൂഷ്വലി ആ ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെയും അവർ ആ ദിവസം അവരാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ് 24 hours ഇല്ലെങ്കിലും ഒരു ദിവസത്തിന് കുറച്ച് ഭാഗം എടുത്താൽ അവർ പറയും ഇതാ ദിവസമായിട്ട്. അതിന് ഉദാഹരണം കുഞ്ഞിന്റെ കൊച്ചു ബുദ്ധി മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോഴേ, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 42:17-18 അവിടെ ഇങ്ങനെയോ പറയുന്നുണ്ട്, യോസഫ് തന്റെ സഹോദരന്മാരെ 3 ദിവസം തടവിൽ വെക്കുകയും 3-ാം ദിവസം പുറത്തിറക്കുകയും ചെയ്യുന്നു. എസ്തേർ 4:16 ഇങ്ങനെ കാണാം, 3 ദിവസവും 3 പകലും അവർ ഉപവസിച്ചു എന്നുള്ള ഭാഗമൊക്കെ കണ്ടോ? അപ്പോൾ ഇത് പറയുന്നത്, ഈ ഉദാഹരണങ്ങൾ വ്യക്തമായി കാണിക്കുന്നത് എന്താണെന്നറിയാവോ? ദിവസത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്തെ, കൃത്യം 72 hours ഒരിടത്തും പറഞ്ഞിട്ടില്ല, ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ അവർ ഫുൾ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യും. മനസ്സിലായോ? അത് അപ്പൊ കുഞ്ഞ് പറഞ്ഞപ്പോ ഇങ്ങനെ നോക്കുകയാണേ. അപ്പോൾ ഇത് നമ്മൾ ഒരു ഹീബ്രു വേർഡ് നമ്മൾ നോക്കണം. ഹീബ്രു വേർഡിൽ 3 രാവും 3 പകലും എന്നതിന് ഹീബ്രുവിൽ പറയുന്നത് ഷെലോഷ യാമിം യു ഷെലോഷ ലെയ്ലോട്ട് എന്നാണ്. ഇത് കുഞ്ഞൊന്നും മനസ്സിലായില്ലല്ലോ? എനിക്കൊന്നും മനസ്സിലായില്ല. നമുക്ക് അതിന്റെ അർത്ഥം നോക്കാം. അവിടെ ഇങ്ങനെ പറയാം, യോം അല്ലെങ്കിൽ യോം എന്ന വാക്കിന് ദിവസം എന്നാണ് അർത്ഥം. എന്നാൽ ഇത് പകൽ സമയത്തെയും 24 മണിക്കൂറിനെയും അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിനെ സൂചിപ്പിക്കാം. കണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ഇത് കാണാം. ലെയിൽ എന്ന വാക്കുണ്ട്, എന്നാൽ രാത്രി എന്നാണ് അതിനർത്ഥം. ഇത് യോം എന്ന വാക്കിനോടൊപ്പം ഉപയോഗിക്കുമ്പോൾ കണ്ടോ, ഗണിതപരമായ ഒരു കൃത്യതയേക്കാൾ, ഒരു മാത്തമാറ്റിക്കൽ കംപ്ലീഷനെ കാട്ടി ഒരു ദിവസം എന്നാണ് അതിന്റെ മീനിങ്. അതായത് ദിവസത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്തെയും യഹൂദന്മാരെ പൂർണ്ണ ദിവസമായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടെക്നിക്കലി നോക്കുമ്പോൾ ഫ്രൈഡേ ഉണ്ട്, സാറ്റർഡേ ഉണ്ട്, സൺഡേ ഉണ്ട്, 3 days ഉണ്ട്. മനസ്സിലായോ? ബട്ട് ദിസ് എ ഗുഡ് ക്വസ്റ്റ്യൻ.